friends, welcome to Shamna Bibi YouTube channel and all are happy Onam. നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മളൊരു വേസ്റ്റ് സാധനം കോരുമ്പോൾ ഞാനിപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ അവിടെ കുറേ വേസ്റ്റ് കാണും. അപ്പോൾ നമ്മൾ വേസ്റ്റ് കോരാൻ കൈയൊക്കെ കവറിട്ട്, ഇതേപോലെ കൈ കവറിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു അരുവിയ സാധനമുണ്ട്, നമ്മൾ കൈ കൊണ്ട് തൊടാറില്ല. വല്ല പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും എടുത്താണ് നമ്മൾ തൊടാറുള്ളത്. അങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ട് നമ്മളിങ്ങനെ കൈ ഇതാക്കുമ്പം കുറേ നേരം അങ്ങ് ദൂരെ കൊണ്ട് കളയണം. ഇനി നമ്മൾ കുറേ നേരം ഇങ്ങനെ കൈ ഇട്ടിട്ട് അവിടെയും കൊണ്ട് നിക്ഷേപിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനി അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതേപോലെ എന്തെങ്കിലും അഴുകിയ സാധനം കണ്ടാൽ അത് നമ്മൾ വാരിയിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ട് വേണം വാരേണ്ടത്. ഇതേ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കി ഹോൾഡ് ചെയ്യണം, അകത്തോട്ട് ഹോൾഡ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് കെട്ടണം. ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതിയും കൂടി രക്ഷിക്കാനായിട്ട് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് കറണ്ട് പോയി, അതാണ് അന്ന് നിന്ന് പോയത്. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. കുറച്ച് ടിന്നുകൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. കമൺ ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ കടയിൽ നിന്ന് 3 എണ്ണത്തിന് 250 അല്ലേ അമ്മ? പക്ഷേ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയപ്പോൾ 12 എണ്ണത്തിന് 250 തന്നെ. ഒരേ വില, ഇതേ മെറ്റീരിയൽ തന്നെ. പ്ലാസ്റ്റിക്കാണ്. സൈക്കിൾ നമ്പർ 1 ആണ്. ഈ സൈക്കിൾ നമ്പർ 1 തൊട്ട് 4 വരെ സേഫ് അല്ല. ഫുഡ്, ചൂടായ പാനീയങ്ങൾ, ഫുഡ് എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് അത് സേഫ് അല്ല. ക്യാൻസറിനൊക്കെ കാരണമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ 5 തൊട്ട് 7 വരെ സേഫാണ്. നമ്മളെ സേവ് ചെയ്യുന്നുണ്ട്, അത് നല്ല ഒരു സേഫാണ്. പക്ഷേ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് നമുക്ക് 1 നമ്മൾ ചൂട് പാനീയങ്ങളൊന്നും ഇട്ട് വെച്ചില്ല. അത്ര നല്ല ചൂടുള്ളതൊക്കെ ക്യാൻസറിന് ഇതാവുമെന്നാണ് പറയുന്നത്. നമ്മൾ ചൂടൊന്നും ഇട്ട് വെച്ചില്ല. പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് വെച്ചത്. പിന്നെ അതിൻ്റെ കൂടെ സ്പൂണുകൾ കിട്ടുന്നുണ്ട്. ഹായ് പറയാൻ പാടി. അത് അവന് സ്പൂണൊക്കെ കഴിയുമ്പോൾ അവൻ്റെ സ്ക്രൂ ഡ്രൈവർ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെയൊക്കെ കളിക്കാൻ. അതിൻ്റെ പേര് ആദിശിവ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഏവർക്കും ഓണാശംസകൾ. അപ്പം ബൈ, ഹാപ്പി